അതാണ് കാത്തിരുന്ന് കാണാം. ശ്രീ ജോസ്ലീബ, നമുക്കറിയാം വലിയ യുദ്ധം പലസ്തീനുമായി നടത്തുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. കഴിഞ്ഞ കുറേ നാളുകളായി അത് സംഭവിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇറാൻ എന്ന മറ്റു രാജ്യത്തെ കൂടി പ്രകോപിപ്പിച്ചിരിക്കുന്നത്. എന്ത് ഇമ്പാക്റ്റാണ് ആ മേഖലയിൽ അത് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇസ്രായേലിന് പ്രതിരോധിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആക്രമണം മാത്രമാണോ ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്? ഇസ്രായേലിന് പ്രതിരോധിക്കാൻ പറ്റുന്ന തരത്തിലാണ് മാക്സിമം ഉള്ള ഇതൊക്കെ നടക്കുന്നതെങ്കിലും ഇന്ന് രാവിലെ നമുക്ക് ടെലവീവിന്റെ അടുത്ത് റമദ് ഖാൻ എന്ന് പറഞ്ഞൊരു സിറ്റിയിൽ എന്റെ ഫ്രണ്ട് താമസിക്കുന്ന അദ്ദേഹത്തിന്റെ അപ്പാർട്ട്മെന്റിന്റെ അടുത്തുള്ള ഒരു അപ്പാർട്ട്മെന്റിലാണ് ഒരു മിസൈൽ അറ്റാക്ക് ഉണ്ടായിട്ട് അവിടെ കാഷ്വാലിറ്റീസും ഉണ്ട്, 3 പേര് മരണപ്പെടുന്നു. ടോട്ടലായിട്ട് ഇസ്രായേലിൽ 3 പേര് മരണപ്പെട്ടതാണ് ഇസ്രായേലിലെ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ ഓഫീസിലെ സ്റ്റാഫും ഒക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വിവരം എനിക്കുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഇത് ദുബായിൽ സ്റ്റക്ക് ആയിട്ടിരിക്കുവാണ് ഇപ്പം. ഇസ്രായേലിലേക്ക് എയർപോർട്ട് അടച്ചുകൊണ്ട് പോകാൻ പറ്റാതെ. ഇവിടെ തന്നെ എയർപോർട്ടിൽ നിന്ന് വേറെ ഈ ഇസ്രായേലിലേക്ക് ജോലിക്ക് പോകേണ്ട 6-7 പേരും ദുബായിൽ ഇപ്പം ഉണ്ട്. പോകാൻ പറ്റാതെ ഇവിടെ ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്നുണ്ട്. ഈ പലസ്തീനുമായിട്ടുള്ള അറ്റാക്കിൽ നമുക്കറിയാം, ഇത് ഈ ഹമാസിന്റെ യുദ്ധം നടന്ന സമയത്ത് നിന്നും വളരെ ലിബറൽ ആയിട്ട് എല്ലാ ബോർഡറുകളും ഓപ്പൺ ചെയ്ത് ആളുകൾ പരസ്പരം അങ്ങോട്ടും പലസ്തീനുകൾ ഇസ്രായേലിലേക്ക് വരികയും തിരിച്ചങ്ങോട്ട് പോകുന്ന ബോർഡറുകളൊക്കെ ഓപ്പൺ ചെയ്ത് വളരെ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഈ ഇറാൻ അറ്റാക്ക് ഉണ്ടായ സമയമായതുകൊണ്ട് ചില പലസ്തീൻ സിറ്റീസിലേക്കുള്ള ബോർഡറുകളെല്ലാം വീണ്ടും ക്ലോസ് ചെയ്തു. അതേപോലെ ജോർദാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് വരുന്ന പലസ്തീനിയൻസ് ഉപയോഗിക്കുന്ന ബോർഡറുകൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്നുകൂടി സെക്യൂരിറ്റി സിസ്റ്റം ഒന്നും കൂടെ ടൈറ്റൻ ചെയ്തു. പിന്നെ എല്ലാം അറിയുന്ന പോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ, ഇത് ബസ് സ്റ്റാൻഡുകളിലും അതുപോലെ എല്ലാം സെക്യൂരിറ്റീസ് ടൈറ്റൻ ചെയ്തിട്ടുണ്ട്. പതിവിലും വിവരമായ ഒത്തിരി മിലിറ്ററി ആളുകളും എല്ലാം ബസ് സ്റ്റേഷനിലൊക്കെ നിൽക്കുന്നുള്ളതായിട്ടാണ് അവിടെ നിന്നുള്ളവർ പറയുന്നത്, സുഹൃത്തുക്കൾ പറയുന്നത്. താങ്കൾ ഇസ്രായേലിലേക്ക് യാത്ര ചെയ്യാൻ പറ്റാതെ ദുബായിലാണല്ലേ? ഇപ്പൊ ദുബായിലാണ്. അപ്പൊ അത് കഴിഞ്ഞ് എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്താണ് ബാക്കിയുള്ള 6-7 പേരും ഇവിടെ സ്റ്റക്ക് ആയിട്ടുണ്ട്, ദുബായിൽ സ്റ്റേ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അതേപോലെ അവിടെ നിന്ന് ഇസ്രായേലിൽ നിന്ന് നാട്ടിലേക്ക് വെക്കേഷന് വരാനിരിക്കുന്നവർ അവിടെയും ടിക്കറ്റ് എടുത്ത ആളുകളെല്ലാം അവിടെയും സ്റ്റക്ക് ആയിട്ടുണ്ട്. അങ്ങനെ യാത്രകൾ ആളുകളുടെ മുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് എനിക്ക് രാവിലത്തെ ലാസ്റ്റ് അറ്റാക്കിന് ശേഷം പിന്നീട് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. അധികം സൈറൻസ് ഒന്നും വന്നിട്ടില്ല. സ്റ്റീഫൻ പറഞ്ഞ പോലെ രാത്രിയിലാണ് സാധാരണ അറ്റാക്കുകൾ സംഭവിക്കുന്നത്. ഇന്ന് രാത്രി കൂടി കഴിയണം. അതെ, ഇറ്റ് ഡിപ്പെൻസ്. നമുക്ക് കറക്റ്റ് ആയിട്ട് അത് പറയാൻ പറ്റൂല. അവർ ഏത് സമയത്താണ് അറ്റാക്ക് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടല്ലല്ലോ, അല്ലെങ്കിൽ ഒരു സമയം അതിന് നിശ്ചയിച്ചിട്ടുണ്ടാവില്ല. ഡിപ്പെൻസ്, എപ്പോഴാണോ അവർ അറ്റാക്ക് ചെയ്യുന്ന ആ സമയത്ത് അവർ അറ്റാക്ക് ചെയ്യും. ഇപ്പൊ ഇസ്രായേൽ ആണെങ്കിലും അങ്ങനെ ഇന്ന് രാത്രി നിന്നൊന്നുമില്ല. ഏത് സമയമാണോ അവർ അതിന്റെ മിലിറ്ററിയുടെ സിസ്റ്റം ആണല്ലോ അത്. നമുക്ക് അതിനെപ്പറ്റി അറിവില്ല ഏത് സമയത്താണ് അറ്റാക്കുകൾ നടക്കുന്നതെന്നുള്ളത്. തൽക്കാലം ഇസ്രായേലിലേക്കുള്ള യാത്രയെ സംബന്ധിച്ചുള്ള വിവരങ്ങളും ഇല്ല അല്ലേ? ഇല്ല, ഈ എയർപോർട്ട് എന്ന് ഓപ്പൺ ചെയ്യുന്നതിനുള്ള ഇൻഫർമേഷനും ഇതുവരെ ലഭിച്ചിട്ടില്ല. എങ്കിലും എനിക്ക് തോന്നുന്നു അധികം നീളാനുള്ള സാധ്യത കാണുന്നില്ല. ശരി, തിരിച്ചു വരാം. ജോസഫ് ആന്റണി, ഇന്ത്യക്ക് നമുക്കറിയാം ഇറാനുമായും വളരെ അടുത്ത ബന്ധമുണ്ട്. നമ്മളവിടെ ഒരു തുറമുഖമടക്കം നമ്മൾ ദശലക്ഷക്കണക്കിന് പണം മുടക്കി അവിടെ ചെയ്തൊരു തുറമുഖത്തിൻ്റെ 10 വർഷത്തെ ഓപ്പറേഷനൊക്കെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നാണ്. വലിയ ബന്ധമുണ്ട്.